ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയിലെ പ്രവർത്തകർ ഒരു പലസ്തീൻ അനുകൂല റാലി നടത്തുന്നു. റാലിയല്ല, ഒരു ചെറിയൊരു പ്രകടനം, വളരെ കുറച്ച് ആളുകൾ പങ്കെടുത്തൊരു പ്രകടനം. അതിനെതിരെ 189, 190, 191, 192 ഈ 4 വകുപ്പുകളിട്ട് കേസെടുക്കുന്നു. കലാപശ്രമമാണെന്ന് മനസ്സിലാക്കണം. കേസ് കലാപശ്രമമാണ്. അപ്പോൾ അതിനെ ന്യായീകരിക്കുന്നത് എന്താണ്? കേരളത്തിലെ അറിയപ്പെട്ട ഇടതുപക്ഷ ബുദ്ധിജീവികൾ, ആസ്ഥാന ബുദ്ധിജീവികൾ എന്ന് വിളിക്കാവുന്ന ആളുകൾ അവൻ ന്യായീകരിക്കുകയാണ്. എന്താണെന്നറിയോ? ക്ഷേത്രഭൂമിയിൽ പ്രകടനം നടത്തി. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവർ ഈ പിണറായി വിജയൻ്റെ പോലീസ് നയങ്ങളെ, ഈ സംഘപരിവാർ നയങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി എന്തുമാത്രം അപകടകരമായിട്ടുള്ള കളിയാണ് കളിക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ഇടതുപക്ഷ കർസേവ നടന്നിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ മാടായിൽ സാമാന്യമായിട്ട് ആളുകൾ വൈകുന്നേരം പോയിരിക്കുന്ന ഒരു ഒഴിഞ്ഞ സ്ഥലം, കാറ്റുകൊള്ളാൻ പോയിരിക്കുന്ന സ്ഥലം, ഒരു റിക്രിയേഷൻ സെൻറ്റർ, അത് ഒരൊറ്റ ദിവസം കൊണ്ട് പവിത്ര ക്ഷേത്രഭൂമിയായി മാറിയിരിക്കുകയാണ്. ഇനി നാളെ ഈ അർണബ് ഗോസ്വാമിയുടെ ചാനൽ, ഹിന്ദി ചാനൽ, അവരെന്താണ് വാർത്ത കൊടുക്കാൻ പോകുന്നത്? ക്ഷേത്രഭൂമിയിൽ ജിഹാദികളുടെ പ്രകടനം. ഒരൊറ്റ ദിവസം കൊണ്ട് മാടായിപ്പാറയെ കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ക്ഷേത്രഭൂമിയാക്കി മാറ്റിയിരിക്കും. ഇന്ത്യയിൽ RSSന് 100 കൊല്ലം കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. ഇത്രയും വലിയൊരു പ്രദേശം ഒരൊറ്റ ദിവസം കൊണ്ട് ക്ഷേത്രഭൂമിയാക്കുക. എന്തിനാണ് അത് ചെയ്യുന്നത്? ഈ പോലീസിൻ്റെ RSS നയങ്ങളെ, പിണറായി വിജയൻ്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ള പരാജയത്തെ അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി അങ്ങേയറ്റം കുടിലമായിട്ടുള്ള വർഗീയ തന്ത്രം എടുത്ത് കളിക്കുകയാണ്. ഈ ക്ഷേത്രഭൂമിയിൽ പ്രകടനം നടത്തുകയോ? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ഇവർ കലാപകാരികളാണ്. ഡോഗ് വിസിലിംഗ് നടത്തുകയാണ്. ഉത്തരേന്ത്യയിൽ RSSകാർക്ക് വേണ്ടി ഡോഗ് വിസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന് കവചമൊരുക്കാൻ വേണ്ടി മാത്രം. ഇത്രയും വിപൽക്കരമായ രീതിയിൽ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മുൻനിർത്തി ഇത്രയും വിപൽക്കരമായ അജണ്ടകൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ സംസാരിക്കുവാൻ ഈ പറയുന്ന വിശാല ഇടതുപക്ഷം, അല്ലെങ്കിൽ എന്താണ് വിയോജിപ്പോടെ ഇടതുപക്ഷം എന്ന് പറയുന്ന ആ ലീഗിൽ പോലും, ആ കൂട്ടത്തിൽ പോലും ആളുകളില്ലാതെ സങ്കടകരമാണ്. മുഖ്യമന്ത്രി സംസാരിക്കും, മുഖ്യമന്ത്രി വിശദീകരിക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്ന അർത്ഥമില്ല. പാർട്ടി സമ്മേളനങ്ങളിൽ വിമർശിക്കപ്പെടാതെ, ചോദ്യം ചെയ്യപ്പെടാതെ, സംസാരിക്കപ്പെടാതെ പോകുന്നൊരു വിഷയം അതങ്ങനെ തന്നെ തുടരും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.